ആകാശവാണി വാർത്താവീക്ഷണം. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം തയ്യാറാക്കിയത് രാജേന്ദ്രൻ പന്തളം, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം ഉദയൻ കിളിയന്നൂർ. എല്ലാ വർഷവും ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നു. ഇന്ന് ലോകത്ത് സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിൽ സൃഷ്ടിക്കും നവീകരണ ആശയങ്ങൾക്കും ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് സ്റ്റാർട്ടപ്പുകളാണ്. ഇത്തരം പുതുമയുള്ള സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും യുവതലമുറയെ സംരംഭകത്വത്തിലേക്ക് ആകർഷിക്കാനുമാണ് ഈ ദിനം. എന്നാൽ സ്റ്റാർട്ടപ്പ് ഡേ ഇന്ത്യയിൽ പ്രാമാണ്യം നേടുന്നത് 2016 പുതിയ ആശയങ്ങളെ പ്രായോഗിക സംരംഭങ്ങളാക്കി മാറ്റാൻ യുവാക്കൾക്ക് സഹായം നൽകുക, നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുക, നിയമപരമായ തടസ്സങ്ങൾ കുറയ്ക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ. സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ സാമ്പത്തിക ഘടനയിൽ വൻ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. സാങ്കേതികവിദ്യ, ആരോഗ്യമേഖല, വിദ്യാഭ്യാസം, കൃഷി, ഫൈൻടെക്, ഇ-കോമേഴ്സ് തുടങ്ങിയ മേഖലകളിൽ ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ ലഭിച്ചു. ഇന്ത്യ ആഗോള സ്റ്റാർട്ടപ്പ് ഹബ്ബുകളിലൊന്നായി മാറി. ഇന്ത്യയുടെ സംരംഭകത്വ സത്തയുടെ ദേശീയ അംഗീകാരമാണ് ഈ ദിനം. കഴിഞ്ഞ 10 വർഷത്തെ ഇന്ത്യയുടെ വളർച്ച ഒരു ആഗോള ഇന്നവേഷൻ ഹബ്ബാക്കി ഇന്ത്യയെ മാറ്റി. കൂടുതൽ ആഴത്തിലുള്ള ഫലമാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അതുവഴി ലോക മേധാവിത്വം നേടുക എന്നതാണ് നമ്മുടെ വെല്ലുവിളി. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ദേശീയ സ്റ്റാർട്ടപ്പ് ദിനാഘോഷത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ സ്റ്റാർട്ടപ്പുകൾ നിർണായക പങ്ക് വഹിക്കുന്നതായും ശ്രീ മോദി പറഞ്ഞു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിക്ക് ഒരു പതിറ്റാണ്ട് തികയുന്ന വേളയിൽ രാജ്യത്തെ സ്റ്റാർട്ടപ്പ് സമൂഹത്തിന് അദ്ദേഹം ആശംസകൾ അർപ്പിച്ചു. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലെത്താൻ പദ്ധതി സുപ്രധാന പങ്ക് വഹിക്കുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലുതും വൈവിധ്യപൂർണവുമായ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ മാറിയിരിക്കുകയാണ്. ബഹിരാകാശം, പ്രതിരോധം തുടങ്ങിയ പുതിയ മേഖലകളിൽ സ്റ്റാർട്ടപ്പുകൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. സ്റ്റാർട്ടപ്പ് സംരംഭകരുമായും അദ്ദേഹം സംവദിച്ചു. യുവാക്കൾ തൊഴിൽ അന്വേഷകർ എന്നതിനേക്കാൾ തൊഴിൽ ദാതാക്കളായി മാറി എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ശരിയായ സംരംഭകത്വത്തിലൂടെ യൂണിക്കോൺ സ്റ്റാറ്റസ് നേടി ബഹുകോടികൾ സമ്പാദിക്കുന്ന യുവാക്കൾ ഇന്ന് കേരളത്തിലുമുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ ചെയിനിലൂടെ ഇത്തരം യുവാക്കളെ ഇന്ത്യ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻഡസ്ട്രീസ് ആൻഡ് ഇന്റേണൽ ട്രേഡ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ ഒരു ഫ്ളാഗ്ഷിപ്പ് സംരംഭമായാണ് സ്റ്റാർട്ടപ്പിനെ കാണുന്നത്. ഇപ്പോൾ ഇത് 10 വർഷം പൂർത്തിയാക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങൾ വിലയിരുത്താനുള്ള അവസരമാണിത്. സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, സർഗാത്മക വികസനം തുടങ്ങിയവയിൽ ഗവൺമെന്റിന്റെ പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കാൻ ഉള്ള അവസരമാണിത്. ഇനി പറയുന്ന രംഗങ്ങളിലായിരിക്കും ഇതിന്റെ ഊന്നൽ. കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ പിന്നിട്ട നാഴികക്കല്ലുകൾ, അടുത്ത ദശാബ്ദത്തിൽ കൈവരിക്കേണ്ട നേട്ടങ്ങൾ, നിക്ഷേപകർ, സംരംഭകർ, കോർപ്പറേറ്റുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നയരൂപീകരണം നടത്തുന്നവർ എന്നിവരെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരണം. ഇത് ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പിന്റെ 2ാം ദശാബ്ദത്തിലേക്കുള്ള പ്രവേശനമാണ്. 5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള നാഴികക്കല്ല്. ഇതിനോടകം തന്നെ ഉപഗ്രഹം, കപ്പൽ തുടങ്ങിയ മേഖലകളിൽ സ്റ്റാർട്ടപ്പ് സംരംഭകർ തിളങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയിൽ 1.59 ലക്ഷം സ്റ്റാർട്ടപ്പുകളുണ്ട്. ഇവയെല്ലാം ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്ത്യൻ ട്രേഡ് അംഗീകരിച്ചിട്ടുള്ളതുമാണ്. ഇത് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമാക്കി മാറ്റി. ഇതിൽ 100 യൂണിക്കോണുകളുണ്ട്. അവ ആഗോള രംഗത്ത് പ്രവർത്തിക്കുന്നു. ബംഗളൂരു, ഹൈദരാബാദ്, മുംബൈ, ഡൽഹി തുടങ്ങിയവയാണ് പ്രധാന സ്റ്റാർട്ടപ്പ് കേന്ദ്രങ്ങൾ. ചെറിയ നഗരങ്ങളിലും ഇത്തരം സംരംഭങ്ങളുണ്ട്. ഫിൻടെക്, എഡ്ടെക്, ഹെൽത്ത് ടെക്, ഇ-കോമേഴ്സ് തുടങ്ങിയവ ആഗോള അംഗീകാരം നേടിയിട്ടുണ്ട്. സൊമാറ്റോ, നൈക്കിയ, ഒല തുടങ്ങിയവ തൊഴിൽ അന്വേഷകരിൽ നിന്ന് തൊഴിൽ സംരംഭകരിലേക്കുള്ള ഇന്ത്യയുടെ മാറ്റം സൂചിപ്പിക്കുന്നു. ഇതുമൂലം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഉയരുന്നു. 2016 കേവലം 500 സ്റ്റാർട്ടപ്പുകൾ മാത്രമായിരുന്നു നമുക്കുണ്ടായിരുന്നത് എന്ന് ഓർക്കണം. ഇവ മൂലം 16.6 ലക്ഷം നേരിട്ടുള്ള തൊഴിലും 50,000-ഓളം പരോക്ഷമായിട്ടുള്ള തൊഴിലും ഉണ്ടായിട്ടുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെ തുടങ്ങണമെന്ന് കേരളത്തിലെ പല യുവാക്കൾക്കും അറിയില്ല. ഇതിന് ആദ്യം ചെയ്യേണ്ടത് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുക. സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് കീഴിലാണ് കമ്പനിയുടെ രജിസ്ട്രേഷൻ നടത്തേണ്ടത്. വ്യക്തിപരമായോ സംഘമായോ ഇത് ചെയ്യാം. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നൽകുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കാൻ കമ്പനി കേരളത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം.
ഇതിനായി എറണാകുളത്തുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനി തിരഞ്ഞെടുക്കാം. രജിസ്ട്രേഷന് ശേഷം ലഭിക്കുന്ന കമ്പനി ID ഉപയോഗിച്ച് www.startupindia.gov.in വഴി അപേക്ഷ നൽകണം. ഇതിന് അപേക്ഷാ ഫീസില്ല. രജിസ്ട്രേഷൻ അനുമതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതോടെ സ്റ്റാർട്ടപ്പുകൾക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കമ്പനിക്ക് ലഭിക്കും. ഏകജാലക സംവിധാനത്തിലൂടെയുള്ള ക്ലിയറൻസാണ് സ്റ്റാർട്ടപ്പുകൾക്ക് ലഭിക്കുക. സർട്ടിഫിക്കറ്റുകൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ മതി. സ്റ്റാർട്ടപ്പുകൾക്ക് 3 വർഷത്തേക്ക് നികുതിയില്ല. തുടക്കത്തിൽ ഇതിനായി സർക്കാർ വകയിരുത്തിയിരിക്കുന്ന 10,000 കോടി രൂപയുടെ ഫണ്ടിൽ നിന്ന് അർഹമായതും ആവശ്യത്തിനുള്ളതുമായ തുക ലഭിക്കും. ബയോടെക്നോളജി, അഗ്രികൾച്ചർ, റിന്യൂവബിൾ എനർജി ഇവയ്ക്കൊക്കെ മുൻഗണനയുണ്ട്. രാജ്യത്തിൻ്റെ ഓരോ മൂലയിലും ഒരു സ്റ്റാർട്ടപ്പ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആശയം. ഇന്ന് രാജ്യത്തിൻ്റെ 625 ജില്ലകളിൽ ഒരു സ്റ്റാർട്ടപ്പെങ്കിലുമുണ്ട്. അവിടെ ദരിദ്രരും സാധാരണക്കാരുമായ യുവാക്കൾ സ്റ്റാർട്ടപ്പുകൾ വികസിപ്പിക്കുന്നു. യുവാക്കൾക്ക് തൊഴിൽ കൊടുത്തു എന്നത് മാത്രമല്ല, ഇന്ത്യയെ യുവത്വമുള്ളതാക്കി എന്നതും സ്റ്റാർട്ടപ്പിൻ്റെ സംഭാവനയാണ്. കേരളത്തിലും സ്റ്റാർട്ടപ്പ് രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റമുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി IT, അഗ്രിടെക്, ഹെൽത്ത് ടെക്, ഗ്രീൻ ടെക് തുടങ്ങിയ മേഖലകളിൽ നിരവധി നവസംരംഭങ്ങൾ വന്നു. ഇത് സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും തൊഴിൽ മേഖലയ്ക്കും ഭാവിയിൽ ഉണർവ് നൽകും. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള സംസ്ഥാനമാണ് കേരളം. സംരംഭകത്വ ശക്തമായ ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സ്റ്റാർട്ടപ്പ് ദിനം ഓരോ പൗരനും അവസരം നൽകുന്നു. അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഇന്ത്യയിലാണ്. $1 ബില്യൺ മൂല്യമുള്ള യൂണിക്കോൺ സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിൽ ഇന്ന് ധാരാളമായി ഉണ്ട്. ഡിജിറ്റൽ ഇന്ത്യ, UPI പ്ലാറ്റ്ഫോമുകൾ ആഗോളതലത്തിൽ മത്സരിക്കാനുള്ള ശേഷി ഈ സംരംഭങ്ങൾക്ക് നൽകി. ലോകത്തിലെ പ്രമുഖ നിക്ഷേപകരും വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനങ്ങളും ഈ സ്റ്റാർട്ടപ്പുകളിൽ വൻതോതിൽ നിക്ഷേപം നടത്തി. പുതുമ, യുവശക്തി എന്നിവ ഈ സ്റ്റാർട്ടപ്പുകൾ രാജ്യത്തിന് പകർന്നു നൽകുന്നു. വനിതാ സംരംഭങ്ങളുടെ എണ്ണവും വർദ്ധിച്ച തോതിലുണ്ട്. വികസിത ഭാരതം എന്ന ഇന്ത്യയുടെ പ്രതീക്ഷയുടെ രാസത്വരകമാണ് സ്റ്റാർട്ടപ്പുകൾ. തൊഴിലില്ല എന്ന് നിരാശപ്പെട്ടിരിക്കാതെ മറ്റുള്ളവർക്കും തൊഴിൽ നൽകുക എന്ന ദൗത്യമാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. ഊർജ്ജസ്വലത, സംരംഭകത്വം എന്നിവ മാത്രമാണ് ഇതിനായി വേണ്ടുന്ന മൂലധനം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യ വരാൻ നിബോധത എന്ന ഉറച്ച ബോധ്യത്തോടെ, ഉറച്ച കാൽവയ്പ്പുകളോടെ ഇന്ത്യയുടെ യുവത മുന്നോട്ട് പോകുമ്പോഴാണ് തീർച്ചയായും ഇന്ത്യ വികസിതമാകുന്നത്. ഇന്ത്യൻ സാഹചര്യത്തിൽ സമഗ്ര വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനൊപ്പം തന്നെ അടിയന്തര പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും സ്റ്റാർട്ടപ്പുകൾ പങ്കുവഹിക്കുന്നു. ഇതിൽ ഹരിത ബിസിനസ്സുകൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ബംഗളൂരുവിൽ ബയോഡീഗ്രേഡബിൾ പാക്കേജിംഗ് നവീകരിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ മുതൽ മഹാരാഷ്ട്രയിലെ ഗ്രാമീണ മേഖലയിലെ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ് വരെ ഇതിൽ ഉൾപ്പെടും. നഗരവൽക്കരണവും പ്രകൃതി വിഭവങ്ങളുടെ ആവശ്യകതയും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അത്തരം സംരംഭങ്ങൾ അനിവാര്യമാകുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഹരിത ബിസിനസ്സുകൾ നമ്മുടെ നാടിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. നിക്ഷേപ വളർച്ചയിലും പാരിസ്ഥിതിക സംരക്ഷണത്തിലും അവ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാലമാണ് വരാനിരിക്കുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം.